പി.വി. അൻവറിന്റെ വാർത്താസമ്മേളനം തടഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അൻവറിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല എന്ന് മാത്രമല്ല തർക്കിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ഒരു ടെലികാസ്റ്റിംഗും ഈ സമയത്ത് പാടില്ല എന്നതാണ് നിയമമെന്ന് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചട്ടലംഘനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൻവറിന് ഇപ്പോൾ നോട്ടീസ് നൽകിയെന്നും ഉടൻ തന്നെ നടപടിയുണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തടയാനെത്തിയ ഉദ്യോഗസ്ഥനോട് അൻവർ നിസ്സഹകരണ മനോഭാവമാണ് പുലർത്തിയിരുന്നത്. ഏത് നിയമപ്രകാരമാണ് ലംഘനമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് താൻ സംസാരിച്ചതാണെന്നും അൻവർ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. വെറുതെ പിണറായി പറഞ്ഞിട്ട് വന്നാൽ താൻ കോടതിയിലേക്ക് പോകുമെന്നും പിണറായി എന്തിനാണ് ഈ വായില കോടാലിയെ ഭയപ്പെടുന്നതെന്നും അൻവർ ചോദിച്ചു. ഉദ്യോഗസ്ഥൻ ചട്ടം വായിച്ചു കേൾപ്പിച്ചിട്ടും അൻവർ വാർത്താ സമ്മേളനം നിർത്താൻ തയ്യാറായില്ല. തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടാണ് പി.വി. അൻവർ തുടങ്ങിയത്. പിണറായി വിജയൻ എന്തിനാണ് തന്നെ ഇത്ര ഭയപ്പെടുന്നതെന്നും ഹോട്ടലുകാർ തൊട്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയെന്നും അൻവർ പറഞ്ഞു. താൻ ഒരു ചട്ടലംഘനവും നടത്തിയിട്ടില്ല എന്നും ഉത്തരവാദിത്തപ്പെട്ടവരോട് സംസാരിച്ചിട്ടാണ് പത്രസമ്മേളനം വിളിച്ചതെന്നുമായിരുന്നു അൻവർ പറഞ്ഞത്. എന്തിനാണ് പിണറായി ഭയക്കുന്നതെന്ന് അൻവർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. ഇത് പ്രചാരണം നടത്തരുതെന്ന് ചട്ടം പറയുന്നില്ല. കോൺഗ്രസിൽ നിന്ന് വന്ന ഏതോ ഒരു അലവലാതിയുമായി എന്തിനാണ് ഏറ്റുമുട്ടാൻ നിൽക്കുന്നതെന്നും ചെറുതുരുത്തിയിൽ നിന്ന് കിട്ടിയ പണം ആരുടേതാണെന്നും അൻവർ ചോദിച്ചു. ആർക്കായിരുന്നു അവരുടെ ചുമതലയെന്നും മരുമോനായിരുന്നില്ലേ ചുമതലയെന്നും അൻവർ ചോദിക്കുന്നുണ്ട്. കോളനികളിൽ ഇടതുമുന്നണി പണം വിതരണം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് കവറിലാക്കി നൽകുന്നു. കവറിൽ പണം കൂടി വെച്ചാണ് കോളനികളിൽ സ്ലിപ്പ് നൽകുന്നതെന്നും മദ്യവും പണവും ഒഴുക്കി വോട്ട് പിടിക്കുകയാണ് LDF എന്നും അൻവർ ആരോപിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് 40 ലക്ഷം രൂപയാണ് ചെലവഴിക്കാവുന്ന പരമാവധി തുകയെന്നും എന്നാൽ 3 മുന്നണികളും കൂടി 36 കോടി രൂപയാണ് ചേലക്കരയിൽ ചെലവഴിച്ചതെന്നും അൻവർ ആരോപിച്ചു. ഈ മണ്ഡലത്തിൽ ആരും ജയിക്കില്ലെന്നും തങ്ങൾ കോടതിയിൽ പോകുമെന്നും ബൂത്ത് തിരിച്ച് ഓരോ പാർട്ടിയും ചെലവാക്കിയ തുകയുടെ കണക്ക് തന്റെ കയ്യിലുണ്ടെന്നും അൻവർ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനം നടത്താനാകില്ല കേരള പോലീസ് നിലപാടിനെ വെല്ലുവിളിച്ചാണ് പി.വി. അൻവർ MLA വാർത്താ സമ്മേളനം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാണിച്ച് പോലീസ് വാർത്താ സമ്മേളനത്തിന് അനുമതി തടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിനെ വെല്ലുവിളിച്ച് അൻവർ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. സംഭവത്തിൽ പി.വി. അൻവറിനെതിരെ ഉടനടി നടപടിയുണ്ടായേക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. ഇന്നിവിടെ വന്നത് 2 കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കാനാണ്. പിണറായി കടന്നിട്ട് ഇങ്ങനെ ബേജാറാവൊന്നും വേണ്ട. ഇപ്പതാ 25 ലക്ഷം ചെറുതുരുത്തിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. ആർക്ക് വന്ന പൈസ? ആരാ ചെറുതുരുത്തിയിൽ ക്യാമ്പ് ചെയ്യണത്? വരുമാനല്ലേ? അവിടെ നിന്നല്ലേ പൈസ മുഴുവൻ ഒഴുകുന്നത്? ആ 25 ലക്ഷത്തിന്റെ സോഴ്സ് ആരതാ? ആർക്ക് കൊണ്ടുവന്ന പൈസയാ? ഇപ്പൊ കോളനികളിൽ പത്രക്കാർ ദയവായി ഒന്ന് അന്വേഷിക്കണം. കോളനികളിൽ അവർ കൊടുക്കുന്ന സ്ലിപ്പ് കവറില്ല. സാധാരണ സ്ലിപ്പ് കൊടുത്താ പോവുക. സ്ലിപ്പിനോടൊപ്പം എന്താ? ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിയെ ചിത്രമുള്ള നോട്ടുകെട്ടുകളാ. ആരാ കൊടുക്കുന്നത്? അവിടെയാണ് വിഷയം. ഇവർ ഇതുവരെ പറഞ്ഞു നടന്നിരുന്ന എന്താണ്? കോളനികളുടെ വോട്ടിൽ ഒരു കുഴപ്പമില്ല. ഇത്രയും മോശമായ കോളനി വേറെ എവിടെയുള്ളത്? കേരളത്തിൽ കാണുമോ? ഞാൻ ഏറ്റവും കഷ്ടപ്പെടുന്ന നാട്ടിൽ പോകുന്ന ആളാ. ആഫ്രിക്ക പട്ടിണി പാവങ്ങളില്. അവിടെയൊക്കെ ഓലമേഞ്ഞ പുല്ലുമേഞ്ഞ വീടാണെങ്കിലും അതിനൊരു മണ്ണിന്റെ ചുമരും എന്താ പറയാ നിലമൊക്കെ ഒന്ന് മണ്ണിട്ട് മെഴുകിയ വീട്ടിൽ അവരൊക്കെ താമസിക്കുന്നത്. ഇവിടെ ഒന്ന് പോയി നോക്കൂ നിങ്ങള്. ഇടതുമുന്നണി തന്നെ കൊടുക്കുന്ന പണം കൊടുക്കേണ്ടടുത്ത് അവരെത്തി. പണം മാത്രമല്ല, മദ്യം ഒഴുക്കാൻ പോവുക അവര്. എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഇന്നലെ മിനിയാന്ന് 2 നേതാക്കന്മാര്, അതിൽ കോൺഗ്രസ് നേതാവുണ്ട്, CPM-ന്റെ നേതാവുണ്ട്. എന്തിനാണ് അൻവർക്കായി വെയിലും കൊണ്ട് ഈ കോളനി കൂടെയൊക്കെ നടക്കുന്നത്? നിങ്ങൾക്ക് ഇനിയും കോളനി മനസ്സിലായിട്ടില്ല. എന്നെ പഠിപ്പിക്കുക. അതൊക്കെ തലേ ദിവസം കൊടുക്കേണ്ട സാധനം ഞങ്ങൾ കൊടുക്കും. അതോടുകൂടി കഴിഞ്ഞ് വെറുതെ കോളനി പോയി വെയിലുള്ളണ്ട. ഈ മനോഗതമാണ് ഇവിടെ. ആ പാവപ്പെട്ട മനുഷ്യരെ മദ്യം വാങ്ങിക്കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്ന മനോഗതം. അത് UDF-നുണ്ട്, LDF-നുണ്ട്, BJP-ക്കുണ്ട്. ഈ മണ്ഡലത്തിൽ ആകെ നടക്കുന്ന അതാണ് സ്ഥിതി. അതിനിപ്പോ അൻവറിന് കൊടുന്ന പണമാകുമെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? ഇതല്ലേ രീതി. ഞാൻ ചോദിക്കട്ടെ, ഈ കോളനി കൊടുക്കുന്ന തെളിവ് എന്തിനാ കവറിലിട്ട് സ്ലിപ്പ് കൊടുക്കണത്? എന്റെ ചരിത്രത്തിന്റെ ഈ ഇലക്ഷൻ അനുഭവങ്ങളിൽ കവറിൽ സ്ലിപ്പ് ഇട്ട് കൊടുക്കും ആരെങ്കിലും? എന്തിനാണ് ഈ കവറ്? അപ്പൊ വിഷയം അതൊന്നുമല്ല. ഞാൻ വന്ന വിഷയം, ഞാൻ ഇന്ന് ഇലക്ഷൻ കമ്മീഷന് വലിയൊരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ വിഷയങ്ങൾ ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. 2, DMK-യുടെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണം പലരും ചോദിക്കുന്നതാണ്. ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഈ പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ മൂടും തട്ടി പോകുമെന്നാണ്. ഞങ്ങൾ മൂടും തട്ടി പോകാമെന്നവരല്ല. ഞങ്ങൾ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം ജനങ്ങളോടുമായി സംവദിക്കാനും ആ ഒരു രാഷ്ട്രീയ ഉൾത്തിരിവുണ്ടാക്കാനുമുള്ള പരിശ്രമത്തിലാണ്. ഞങ്ങൾ ഈ 23-ാം തീയതി റിസൾട്ട് കഴിഞ്ഞ് ഡിസംബർ ഫസ്റ്റ് വീക്കില് നമ്മളൊരു ജാഥ ആരംഭിക്കുന്നുണ്ട്.